കുറച്ച് ലേറ്റായി പോയി. കം കം. വണ്ടി പുറകിലോട്ട് മാറ്റിയിടേ. ആര്? ബാക്കിലോട്ട് മാറ്റിയിടോ. ബേക്കിലോ? இதெல்லாம் நடக்குமா? ലെറ്റ്സ് സീ സർ. அப்போ சரி, നൈസ് മീറ്റിംഗ് യു. ഓക്കെ സർ. താങ്ക് യു. ഏതോ VIP ആ മാഡം. വേഷം കണ്ടിട്ട് ഡൽഹിയിൽ നിന്നാ തോന്നുന്നു. പ്ലീസ്. സോറി. ഓക്കെ മാഡം. ലേറ്റ് ആവുമെന്നുള്ള ടെൻഷനിൽ വിട്ടു വന്നായിരുന്നു മാഡം. പോവേണ്ട സ്ഥലം ഏതാണെന്ന് ഓഫീസിൽ ചോദിക്കാനും പറ്റില്ല. പിന്നെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പോൾ കസ്റ്റമർ പറയുമെന്ന് പറഞ്ഞു. എങ്ങോട്ടാ പോകണ്ടെന്ന് പറഞ്ഞാ? കാക്കനാട്. കാക്കനാട്? കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് വഴി കട്ട് ചെയ്ത് കയറണോ അത് പാലാരിവട്ടം ജംഗ്ഷനിൽ തിരിയണം? എനിക്കങ്ങനെ ഫെമിലിയർ അല്ല വഴിയൊന്നും. നിങ്ങൾ ഏത് വഴിയെങ്കിലും പോകൂ. ഓക്കെ. അപ്പോൾ നമുക്ക് സീപോർട്ട് എയർപോർട്ട് വഴി തന്നെ പിടിക്കാം. അപ്പോൾ ട്രാഫിക് ലേശം കുറയും. എടപ്പള്ളിയിൽ മെട്രോയുടെ പണി നടക്കുന്നുണ്ട്. ദുരിതപ്പേറാ മാഡം. അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വണ്ടി മോളിൽ കൂടെ ഓടി തുടങ്ങിയാൽ തന്നെ എന്താവെന്ന് കണ്ടറിയാം. മാഡം ഈ കാറിൽ പോയി ശീലമുള്ള ഒരു കാറിലല്ലേ പോവും. ഇപ്പം മാഡം തന്നെ എടപ്പള്ളി സ്റ്റേഷനിൽ നിന്ന് കയറി കലൂരിൽ ഇറങ്ങി നോക്കി പോകേണ്ടത് കടവന്ത്രയ്ക്ക്. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോ ഓടിക്കും? ഇല്ല. അപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് കാറിൽ തന്നെ പോകും. പിന്നെ ആലുവേന്ന് MG റോഡിലോട്ട് വന്നവർക്ക് കൊള്ളാം, ചടയെന്നെത്തും. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ വേണ്ടത് 3-4 ഫ്ലൈ ഓവറുകളാണ് മാഡം. ഒന്ന് വൈറ്റിലയിൽ, ഒന്ന് എടപ്പള്ളിയിൽ, പിന്നെ പാലാരിവട്ടം. വേണേ കുണ്ടന്നൂർ. പ്രൊഫസർ തോമസ് റോഡ്, വാഴക്കാല, കാക്കനാട്. അതാണ് അഡ്രസ്. വാഴക്കാല. ഓക്കെ. അപ്പോൾ സീപോർട്ട് എയർപോർട്ട് തന്നെ പിടിക്കാം. ട്രാഫിക്കിൽ ലേശം കുറയും. മാഡം ഈ ഫ്ലൈ ഓവർ കാണണമെങ്കിൽ ഞാൻ ഇവിടെ ചെന്നൈക്ക് ഒന്ന് പോയിട്ടോ. ഈ ഫ്ലൈ ഓവർ കാണണമെങ്കിൽ ചെന്നൈ തന്നെ പോകണം മാഡം. പ്ലീസ് ഒന്ന് മിണ്ടാതിരിക്കാമോ? ഓക്കെ. സോറി മാഡം. ഫാൻസി നമ്പർ വേണം സാറേ. പറഞ്ഞോ കിട്ടും. വേണ്ടി വരില്ല. സാർ ഇപ്പൊ ദുബായിൽ നിന്ന് ഇവിടെ 4-5 ദിവസമുണ്ട്. ദുബായ് നമ്പർ വെച്ച് സാറിന് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ തൽക്കാലത്തേക്ക് ഒരു മൊബൈൽ നമ്പർ വേണം. അതിനുവേണ്ടി ഒരു അഡ്രസ് പ്രൂഫ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നടക്കണ വഴി നോക്കണം. നിന്റെ പേരും നമ്പറും ഒക്കെ ഒന്ന് കുറിച്ച് തന്നേക്കണേ, ആവശ്യം വരും. ഡോണ്ട് വറി. ജയന്തി വരൂ. ലീനയും പിള്ളേരും ഒന്നും ഇല്ലേ? ഇല്ല, അവര് നാട്ടിലാ. ജയന്തി ഇരിക്കെ. എയർപോർട്ടിൽ ഇറങ്ങിയത് തൊട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. സുധീറിനെ കിട്ടിയതേ ഇല്ല. ഫോൺ സൈലന്റിലാണെന്ന് തോന്നുന്നു. രമേശ് എവിടെയാ? എനി ന്യൂസ്? എന്തേ? ജയന്തിക്ക് അറിയില്ല? അറിയണമെങ്കിൽ ഒന്നുകിൽ ഫോണിൽ കിട്ടണം. ഞാൻ 2 ദിവസമായി ട്രൈ ചെയ്യുന്നു. നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നാ. കാലിക്കറ്റ് എയർപോർട്ടിൽ വിളിച്ചു. 2 ദിവസമായി ഓഫീസിൽ വന്നിട്ട്. അവർക്ക് മറ്റൊന്നും അറിയില്ല. 2 ദിവസം? 2 ദിവസം മുമ്പാണ് ഇവിടേക്ക് വന്നത്. എന്നിട്ട് എങ്ങോട്ട് പോയി? അറിയില്ല. മുംബൈക്ക് പോകുന്നാണ് എന്നോട് പറഞ്ഞത്. അവിടേക്ക് വന്നില്ലല്ലേ? ഇല്ല സുധീർ. പെട്ടെന്ന് ഇങ്ങനെ മിസ് ആവുമ്പോ ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ ഏട്ടനും അനിയനും തമ്മിലല്ലേ റെഗുലർ കോണ്ടാക്ട്സ് ഉള്ളത്? അതാ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. ഇനി അമ്മയുടെ അടുത്ത്? ഹേയ് ഇല്ല, അമ്മയുടെ അടുത്ത് പോയിട്ടില്ല, വിളിച്ചിട്ടുമില്ല. അവൻ്റെ ഒരു പുതിയ മൊബൈൽ നമ്പർ ഉണ്ട്. 2 ദിവസം മുമ്പ് കാണുന്നതിന് മുമ്പ് എന്നെ അതിൽ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ അതിലൊന്ന് ട്രൈ ചെയ്യാം. എന്തിനാ ഇങ്ങനെ ഒരു ഒളിച്ചു കളി? പയറും പനീറും രുചികരമായ ക്രിസ്മസ് വിഭവങ്ങൾ.
ഹലോ, നീ എവിടെയാ? ആരാ? എവിടെയാന്ന്? ഞാനിവിടെ കൊച്ചിയിൽ ഓട്ടത്തില്. നീ ഒന്ന് സൈഡ് ആക്കട്ടെ, നമുക്ക് കാണേണ്ട ഒരു കാര്യണ്ട്. ആരാ ഇത്? നിന്നെ തന്നെടാ. നീ ഒന്ന് ലൈനിൽ കേട്ടാ, ഞാൻ ഈ കാര്യം ഒന്ന് ഡീൽ ചെയ്യട്ടെ. കോലത്തും പാടത്തുള്ള പിള്ളേരുടെ പന്തളി നീ കണ്ടിട്ടുണ്ടാ? ചവിട്ടി കൂട്ടുട്ടാ. മാപ്രാണൻ ചാപ്പിന്റെ മുമ്പിലുള്ള കളിയെ അവിടെ മതി. ഇത് തൃശ്ശൂർ റൗണ്ട് കണ്ടാ നിന്നെ കഴിഞ്ഞ പൂരം ഞാൻ കാണി. എടാ, ഫോൺ വിളിക്കുമ്പോൾ ഉദ്ദേശിച്ച ആളിനെയാണോ കിട്ടിയത് എന്ന് നോക്കണം. അതിന് മുമ്പേ ഡയലോഗ് തുടങ്ങരുത് കേട്ടാടാ. റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ആ നമ്പർ എനിക്കും തരൂ. തരാം. എത്ര ദിവസമുണ്ട് കൊച്ചിയിൽ? ഞാൻ കൊച്ചി കാണാൻ വന്നതല്ല, എൻ്റെ മിസ്സിംഗ് ഹസ്ബൻഡിനെ തേടി ഇറങ്ങിയതാ. ആളെ കണ്ടിട്ടേ പോകുന്ന കാര്യം ഡിസൈഡ് ചെയ്യും. മാഡം, മാഡം, ഞാൻ വെയിറ്റ് ചെയ്യണം. ഇന്ന് ഈവനിങ് വരെ എനിക്ക് വണ്ടി ആവശ്യമുണ്ട്. ഓക്കെ. മൽത്തിക്കോ റാണി എന്നാ പിടിച്ചോ രാജാ. തന്നോളി. അതും ഇനിയും കൊണ്ടുപോയാ പഹയ. ഒന്നുകൂടെ കശക്ക്. നിക്ക് ബാതിലോർക്കട്ടെ. ഇവിടെ 6000 ലോസിൽ നിൽക്കുക. ഇനി ഒന്നുകൂടെ കശക്ക്. വാതിലൊക്കെ അത് കഴിഞ്ഞിട്ട് തുറക്കാം. ആ എന്നാ പിന്നെ നിങ്ങളെ പൂതി നടക്കട്ടെ എന്ന്. കളിക്കുക കളിക്കുക. മൽത്തിക്കോളി. ഒറ്റക്കളി 6000 ഉണ്ടോ ഇനി? വേമ്പറ ഒറ്റക്കളി പോയാൽ 6000. കിട്ടിയ 12 വെച്ചടോ. എന്നാ ശരി. ഇനി വെട്ടടാ. വിളിക്കരുത് പടച്ചോന. ഇമാര് അലാക്കിന്റെ കളി കളിക്കുമ്പോ 6000 കൊണ്ടാ. എന്റെ കൂട്ടി പോയിട്ട് വാല് ഓർക്ക്. പിടിക്കാൻ കൊടുത്തത് കയ്യും മലായി. ഗുഡ് മോർണിംഗ്. ഈയാ വിളിച്ച് ഫോൺ താഴെ വെക്കുമ്പോഴേക്ക് എത്തിയല്ലോ. ഫാസ്റ്റ് ആൻഡ് പ്രോംപ്റ്റ്. അതല്ലേ ബാബു സാറേ നമ്മുടെ ബിസിനസിന്റെ ഒരു സ്റ്റൈല്. മോർണിംഗ് കണ്ടേട്ടാ ഉണ്ണിക്ക. എന്റെ വേഷം കെട്ടിലൊക്കെ കണ്ടിട്ട് ഇപ്പൊ ആരും ആന്ന് തോന്നുമല്ലോ. ഈ സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറി പോണെങ്കിൽ എന്റെ ഉണ്ണിക്ക ഇത്തിരി സ്റ്റൈലിഷ് ആവണം. ആദ്യം അടുത്ത മുക്കിന്ന് ഒരു ടാക്സി വിളിക്കും. എന്നാലല്ലേ സല്യൂട്ട് അടിച്ച് ഗേറ്റ് കീപ്പർ അകത്തോട്ട് വിടൂ. പിന്നെ നമ്മുടെ റൂട്ട് ചാലു. അല്ല കുഞ്ഞുമോനെ, നിന്റെ കഴുത്തിൽ എന്താ ഒരു നാടാ ഐഡി? ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ എക്സിക്യൂട്ടീവുകളൊക്കെ ചുമ്മാ കഴുത്തി തൂക്കിട്ടോണ്ട് കിടക്കുന്നു. അറ്റത്തൊന്നുമില്ല. അല്ല ഇനി എന്താ കൊണ്ടുവന്ന്? എയർപോർട്ടിലേക്ക് ഇപ്പൊ ഭയങ്കര ടൈറ്റാണേ. എന്നാലും സിംഗിൾ വാൾഡ് 2 ഒപ്പിച്ചു. അപ്പോഴേ കോണിയാക്ക് വോട്ട് എന്തെങ്കിലും വേണ്ട വേണ്ട, വിസ്കി മതി. സെർജി ബാബു, ഞാനൊന്ന് സെറ്റ് ചെയ്ത് വിട്. പ്ലീസ് രമേശ്, പ്ലീസ് പിക്ക് അപ്പ്. സെർജി, ഞാൻ ഇവിടെ കൊച്ചിയിൽ വന്നാച്ച്, പള്ളനെ തൃശ്ശൂരിൽ പാത്താച്ച്. ഷേണ ഇവിടെ ഉണ്ടല്ലോ കൊച്ചിയിൽ. അപ്പം പള്ളനിപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ 3 ആളും കൂടെ ഒന്ന് സിറ്റിംഗ് ആക്കിയിട്ട് ഉങ്ങളെ കൂപ്പിടല. സെർജി സെർജി ഓക്കെ ഓക്കെ. മിനിസ്റ്റർ ഇപ്പം ഇറങ്ങും. ഇറങ്ങി നേരെ പെരുമ്പാവൂര്. പിന്നെ മൂവാറ്റുപുഴയിലെ ഒരു പരിപാടി ഉണ്ട്. ആ മൂവാറ്റുപുഴ പരിപാടി കഴിഞ്ഞ് നേരെ കൊച്ചിയിലെത്തും. കൊച്ചിയിൽ വന്നിട്ട് കാണാം. ഓക്കെ ശരി. ആരാകത്ത് ഇപ്പൊ ഫ്രീ ആവും. ആരാ? നമ്മുടെ രാജേട്ടൻ വന്നിട്ടുണ്ട്. അല്ല, പെരുമാൾ സിമൻസിന്റെ അഴകൻ പെരുമാൾ. ആര്? നമ്മുടെ പഴയ ഫിനാൻസ് മിനിസ്റ്ററുടെ മകനെ. ഓ പയ്യൻ. അവനല്ലേ നമ്മുടെ കേരളത്തിന്റെ ക്രിക്കറ്റ് ടീം മേടിച്ചത്? ആ അത് തന്നെ. അതിന്റെ ഏതാണ്ട് പരിപാടിക്ക് മിനിസ്റ്റർ വിളിക്കാൻ വന്നതാണ്. അപ്പൊ ഫംഗ്ഷന് പാക്കലാം. ഷുവർ.
So, I'm leaving. Okay, I will call you today or tomorrow at the earliest. Okay, Krishnakumar ji. Okay. Okay, Subbu sir, பார்க்கலாம். Okay. അണ്ണാ ഒരു 5 മിനിറ്റ്. ഓക്കെ മോനെ. ആ. വാതിലടക്കേ. ഓ. രാജ്യസഭാ സീറ്റിന് വേണ്ടിയുള്ള റേസിൽ രാജൻ ചേട്ടനോ വാസുദേവ പണിക്കരോ ആരാ മുന്നിൽ? എന്ത് റേസ്? സാറ് തീരുമാനിക്കുന്ന ആളിന് കുറി വീഴും. രണ്ടുപേരും കളത്തിൽ നിന്ന് കയറിയേക്കാൻ പറഞ്ഞ കേൾക്കോ? അലച്ചു തല്ലി കരയും. വെറുതെ വേണ്ട. രാജൻ ചേട്ടന് ഒരു 5 സി, പണിക്കർക്ക് ഒരു 3.5. അതിലടങ്ങണം. അതിലടക്കണം താൻ. പ്രതിപക്ഷ കസേരയിൽ പോയിരുന്നു വായും പൊളിച്ചിരിക്കാനല്ലേ? കട്ടക്കിടിച്ചാലും അവിടെ ഉള്ളവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് മുള്ളാൻ പോട്ടെ എന്ന് പോലും പറയാൻ അറിയാത്തവന്മാരാ. പിന്നെ ഈ സീറ്റ് ആർക്ക് പോകും? മറ്റൊരാൾക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് പ്രഷർ വരും. ഇവിടുത്തെ കാര്യം നമ്മൾ മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പറയുന്ന അക്കൗണ്ടിൽ 20 സി വീഴും. എങ്ങനെയുണ്ടോ? കൊള്ളാവോ കച്ചവടം? ഇന്ന് ഏത് മൂർത്തിയെ പ്രാർത്ഥിച്ചോണ്ടാ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റത്? വെങ്കടാചലപതിയെ, സമ്പത്തിന്റെ തമ്പുരാന്. ആരാ ഈ സീറ്റ് മോഹി? ആ ഇറങ്ങിപ്പോയ ചെറുക്കൻ അഴകൻ പെരുമാൾ. വണ്ടി വിടല്ല. ഹിന്ദിക്കാരിയാ? ഹിന്ദിക്കാരിയാ? അല്ല പൂർണ്ണോ. 500 ഉണ്ടഞ്ഞ്. ശരി. ആ ഇപ്പൊ ഫോൺ എടുക്കുമ്പോ അറിയാലോ. അച്ഛാ പൈസ ഹിന്ദി. ഇല്ല അച്ഛാ, ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോവാ. അമ്മേന്റെയോ? രണ്ടുമല്ല, മലയാളി. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലേ? നോ, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. താങ്ക് യു. ഓക്കെ ബൈ. ഓൾ അച്ഛാന്ന് വിളിച്ച് എന്നെ ഒന്ന് കൊതിപ്പിച്ച്. ഓൾ അച്ഛാന്ന് വിളിച്ചപ്പോൾ ഞാൻ അല്ലാന്ന് വിളിച്ചേക്ക് എൻ്റെ 500 പോയി വിചാരിച്ചിട്ട്.